നമസ്കാരം. ഇനി കടലിനുമീതെ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാം. കന്യാകുമാരി വിവേകാനന്ദ പാറയെയും തിരുവള്ളൂർ പ്രതിമയെയും ബന്ധിപ്പിച്ചു തമിഴ്നാട് സർക്കാർ സ്ഥാപിച്ച ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ന് തുറന്നിരിക്കുകയാണ്. ത്രിവേണി സംഗമ തീരത്ത് മഴവിൽ അഴകായി ഇനി കണ്ണാടി പാലം ഉണ്ടാകും. വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളൂർ പ്രതിമയ്ക്കും മധ്യേ കടലിൽ നിർമ്മിച്ച കണ്ണാടി പാലം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് ഉദ്ഘാടനം ചെയ്തത്. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്, കനിമൊഴി MP, മുഖ്യമന്ത്രിയുടെ ഭാര്യ ദുർഗ സ്റ്റാലിൻ എന്നിവ ഉൾപ്പെടെ പ്രമുഖരുടെ വൻ നിര പങ്കെടുത്ത വർണ്ണാഭമായ ചടങ്ങിലാണ് പാലം സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചതിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് കണ്ണാടി പാലം നിർമ്മിച്ചത്. ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പാലത്തിലൂടെ നടന്ന് ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. ബോട്ട് ജെട്ടിക്ക് സമീപം ശില്പി സുദർശൻ പട്നായിക് മണ്ണുകൊണ്ട് നിർമ്മിച്ച പുതിയ തിരുവള്ളൂർ പ്രതിമയുടെ അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിച്ചിട്ടുണ്ട്. തുടർന്ന് കണ്ണാടിപ്പാലത്തിൽ ലേസർ ഷോയും നടത്തി. കണ്ണാടിപ്പാലത്തിലേക്ക് പ്രവേശനം സൗജന്യമാണ്. വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് കടലിലെ കാലാവസ്ഥാ വ്യതിയാനം കാരണം തിരുവള്ളൂർ പ്രതിമയ്ക്ക് അരികിലേക്ക് പോകാൻ പലപ്പോഴും കഴിയാറുണ്ടായിരുന്നില്ല. കാലാവസ്ഥ മോശമാകുന്നതോടെ വിവേകാനന്ദ പാറയിലെ ബോട്ട് ജെട്ടിയിൽ നിന്നുള്ള ബോട്ട് സർവീസ് തടസ്സപ്പെടുന്നത് കൊണ്ടായിരുന്നു ഇതിന് പരിഹാരമായാണ് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. തിരുവള്ളൂർ പ്രതിമ സ്ഥാപിച്ചതിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചത്. പാലത്തിന്റെ മധ്യത്തിൽ കട്ടിയുള്ള കണ്ണാടി സ്ഥാപിച്ച് തൂക്കുപാലം മാതൃകയിലാണ് നിർമ്മാണം. ചെന്നൈ IIT വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് പാലം നിർമ്മാണം പൂർത്തിയായത്. 37 കോടി ചെലവിൽ പണിത കണ്ണാടി പാലത്തിന്റെ നീളം 77 മീറ്ററും വീതി 10 മീറ്ററുമാണ്. ഇതിൽ 2.5 മീറ്റർ വീതിയിൽ കണ്ണാടിപ്പാത ഉണ്ടാകും. രാജ്യത്ത് ഇതാദ്യമായാണ് കടലിനുമീതെ കണ്ണാടി പാലം നിർമ്മിക്കുന്നത്. പാലം തുറന്നതോടെ വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളൂർ പ്രതിമയിലേക്ക് നടന്നെത്തിച്ചേരാൻ സാധിക്കും. മുകളിലൂടെ സന്ദർശകർ നടന്നു പോകുമ്പോൾ കടലിന്റെ സൗന്ദര്യം കാണുന്ന തരത്തിലാണ് പാലം നിർമ്മിച്ചത്. കടൽ പാലത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ടൗണിൽ 10 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. റോഡുകളുടെ നവീകരണം, ബോട്ട് ചുറ്റിയിൽ ടിക്കറ്റ് എടുക്കാൻ പുതിയ കാത്തിരിപ്പ് കേന്ദ്രം എന്നിവയും നവീകരണ പ്രവർത്തനത്തിൽ ഉൾപ്പെടും. പ്രധാനമന്ത്രി അടുത്തിടെ വന്നു പോയതോടെ കന്യാകുമാരി വീണ്ടും ജനശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ ധ്യാനത്തിനെത്തിയപ്പോൾ വിവേകാനന്ദ സ്മാരകത്തിൽ നിന്ന് തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ച പാറയിലെത്താൻ താൽക്കാലിക നടപ്പാലം ഒരുക്കുകയായിരുന്നു. 2018 കേന്ദ്രമന്ത്രിയായിരുന്ന പൊൻ രാധാകൃഷ്ണനായിരുന്നു ഈ കണ്ണാടി പാലം ആദ്യമായി വിഭാവനം ചെയ്തത്. ബോസ്ട്രിംഗ് ആർച്ച് ഡിസൈനിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കണ്ണാടി പാലത്തിന് ഉപ്പുവെള്ളവുമായി സമ്പർക്കത്തിൽ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ പ്രതിരോധിക്കാൻ സാധിക്കും. ടൂറിസ്റ്റുകളുടെ കന്യാകുമാരിയിലെ പ്രധാന ആകർഷണമായി കണ്ണാടി പാലം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.